നമസ്കാരം, എല്ലാവർക്കും എഞ്ചിൻ ബിറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് പാജിയുടെ പുതിയ APE എക്സ്ട്രാ FX മാക്സ് ആണ്. ഇന്ന് ഇതിൻ്റെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത്. അതിന് മുന്നോടിയായി കഴിഞ്ഞ വീഡിയോ പുതിയ പാജിയോ APE ECT FX മാക്സിൻ്റെ ആയിരുന്നു. കാണാത്തവർക്ക് മേലെ ഐ ബട്ടണിൽ അതിൻ്റെ ലിങ്ക് വരുന്നുണ്ട്, കണ്ടു നോക്കുക. അപ്പോൾ തുടക്കം തന്നെ ഈ പുതിയ പാജിയോ APE എക്സ്ട്രാ FX മാക്സിൻ്റെ ഓൺ റോഡ് പ്രൈസ് പറയാം. 4,65,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. അതിൽ ഫേം സബ്സിഡി 80,000 കഴിഞ്ഞ് 3,85,000 രൂപയ്ക്ക് വാഹനം ഇറക്കാൻ കഴിയും. അതേസമയം നിങ്ങൾ നേരത്തെ ഒരു ഇലക്ട്രിക് 3 വീലർ വാങ്ങിച്ചിട്ടുള്ള ആളാണെങ്കിൽ ഈ ഫേം സബ്സിഡി 80,000 ലഭിക്കുകയില്ല. അതുകൂടി നിങ്ങൾ മനസ്സിൽ കരുതുക. കഴിഞ്ഞ വീഡിയോ പുതിയ പാജിയോ APE ECT FX മാക്സിൻ്റെ ആയിരുന്നു. അതിൽ തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ആ കുറച്ച് കാര്യങ്ങൾ കാണുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ പാജിയോ ഇലക്ട്രിക്കിൻ്റെ സെയിൽസ് സർവീസ് സംബന്ധമായി എന്ത് കാര്യത്തിനും PMGയിലും പേരൂർക്കടയിലും ഉള്ള ONIRO ഷോറൂമിൽ വിളിക്കാവുന്നതാണ്. അവരുടെ നമ്പർ വീഡിയോയുടെ താഴെയും ഡിസ്ക്രിപ്ഷനിലും നൽകിയേക്കാം. ഇതാണ് പാജിയോ APE എക്സ്ട്രാ FX മാക്സ്. നമുക്ക് എക്സ്റ്റീരിയർ ലുക്കിലേക്ക് കിടക്കാം. ഇവിടെയായിട്ട് APE എക്സ്ട്രാ എന്നൊരു ബാഡ്ജിങ് കാണാം. ഹെഡ്ലൈറ്റ്, അതുപോലെ ടെയിൽ ലൈറ്റ്, ഇത് 2 ഹാലജൻ ബൾബാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ പാജിയുടെ എംബ്ലം കാണാം. ഇതൊരു ഹാർഡ് ഫൈബർ മഡ്ഗാർഡ് ഫെൻഡറാണ് നൽകിയിരിക്കുന്നത്. 120/80 R12 MRF ട്യൂബ്ലെസ് ടയറുകളാണ് നൽകിയിരിക്കുന്നത്. ഫ്രണ്ടിൽ സ്പ്രിങ് ഡാമ്പർ സസ്പെൻഷനാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ഡ്രം ബ്രേക്കാണ്. 3 ടയറുകളും ഡ്രം ബ്രേക്കാണ് നൽകിയിരിക്കുന്നത്. ഇനി ഇതിൽ മികച്ചത് എന്ന് പറയാൻ കഴിയുന്നത് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. 225 മില്ലിമീറ്ററാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുപോലെ സൈഡിൽ ഇലക്ട്രിക് FX മാക്സ് എന്നുള്ള സ്റ്റിക്കറിങ് ഡോറിൽ കാണാം. അതേപോലെ സൈഡിലും ഒരു സ്റ്റിക്കറിങ് നൽകിയിട്ടുണ്ട്. സ്പെയർ വീല് ഈ ഭാഗത്തായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ സ്പെയർ വീൽ അഴിക്കാൻ ഇതിനകത്ത് ഡോറ് തുറന്ന് ഇതിനകത്താണ് അതിനുള്ള സജ്ജീകരണം നൽകിയിരിക്കുന്നത്. ആരും എടുത്തുകൊണ്ട് പോകുമെന്ന് പേടിക്കേണ്ട. LDX പ്ലസ് എന്നൊരു ബാഡ്ജിങ് സൈഡിൽ കാണാം. ഇപ്പോൾ കാർഗോ ഡയമെൻഷൻ നമുക്ക് നോക്കാം. നീളം 6 അടിയും വീതി 5 അടിയും ഉയരം 1 അടിയുമാണ് നൽകിയിരിക്കുന്നത്. അതേപോലെ പാജിയോ എന്നൊരു ബാഡ്ജിങ് കാണാം. ടെയിൽ ലൈറ്റ് സെക്ഷൻ ഈ ഭാഗത്തായിട്ടാണ് മോട്ടോർ നൽകിയിരിക്കുന്നത്. 9.55 കിലോ വാട്ടിൻ്റെ മോട്ടറാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഇത് 3500 RPM-ൽ 45 Nm ടോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സസ്പെൻഷൻ നേരത്തെ പറഞ്ഞായിരുന്നു, സ്പ്രിങ് ഡാമ്പർ സസ്പെൻഷനാണ് നൽകിയിരിക്കുന്നത്. റിയർ ഡ്രം ബ്രേക്കുകളാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ ഭാഗത്താണ് കൺട്രോൾ യൂണിറ്റ്, താഴെയായിട്ട് മോട്ടോർ നൽകിയിരിക്കുന്നു. ഇതാണ് പുതിയ APE എക്സ്ട്രാ FX മാക്സിലെ കൺട്രോൾ യൂണിറ്റ്. നേരത്തെ ഉണ്ടായിരുന്ന മോഡലിൽ ഈ കൺട്രോൾ യൂണിറ്റ് ഇങ്ങനെയായിരുന്നു അതിൻ്റെ പൊസിഷൻ. അതിപ്പോൾ മുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പൊസിഷൻ റീഅറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം IP67 റേറ്റിങ്ങോട് ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് റേറ്റിംഗ് ഉള്ളതാണ്. ഇനി വശത്തേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഈ ഭാഗത്തായിട്ടാണ് ആമറോണിൻ്റെ ബാറ്ററി നൽകിയിരിക്കുന്നത്. 8 കിലോ വാട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ വാറണ്ടി ഡീറ്റെയിൽസ് കൂടി പറയാം. 3 വർഷം അല്ലെങ്കിൽ 1.5 ലക്ഷം കിലോമീറ്ററാണ് വാറണ്ടി പീരീഡ് വരുന്നത്. ഇവിടെയായിട്ടാണ് ബാറ്ററി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ചാർജ് ചെയ്യുന്ന ഭാഗം സോക്കറ്റ് അതിന് സമീപമായിട്ട് ഇവിടെയാണ് നൽകിയിരിക്കുന്നത്. 0 to 100 ചാർജ് ചെയ്യാൻ 3 മണിക്കൂർ 45 മിനിറ്റാണ് വേണ്ടി വരിക. അതേപോലെ തന്നെ ഈ APE എക്സ്ട്രാ FX മാക്സിൽ ഫ്ലാറ്റ് ബോഡി വരുന്നുണ്ട്. അതേപോലെ കാർഗോ ബോഡിയായിട്ട് വരുന്ന ടൈപ്പും ഉണ്ട്. ഇനി ഇൻറ്റീരിയർ ഭാഗത്തേക്ക് കിടക്കാം. നോർമൽ ഡോർ ഓപ്പൺ.
ഇതാണ് സീറ്റ്, അതേപോലെ റിയർ കാഴ്ചകൾ കാണാനുള്ള ഗ്ലാസ്, ഫ്രണ്ട് കാഴ്ച, സീറ്റ്. ഇവിടെയായിട്ടാണ് ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ചാർജർ ഇതിനകത്താണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന. ബ്രേക്ക് പെഡല്, ഹാൻഡ് ബ്രേക്ക്, അതേപോലെ ഇൻബിൽറ്റ് GPS. ഇതാണ് കീ. ലെഫ്റ്റ് സൈഡിൽ ഹെഡ്ലൈറ്റ് ഓൺ ഓഫ്, അതേപോലെ വൈപ്പർ, ഹസാർഡ് ലൈറ്റ് സ്വിച്ച്. ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ മൊബൈൽ ചാർജിങ് പോർട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ ചെറുതായിട്ട് നമുക്ക് ഒരു സ്പേസ് നൽകിയിട്ടുണ്ട് സാധനങ്ങളൊക്കെ വയ്ക്കാൻ. അതുപോലെ ലോക്കബിൾ ഒരു ഗ്ലോ ബോക്സ് റൈറ്റ് സൈഡിൽ നൽകിയിട്ടുണ്ട്. സ്വിച്ചസ് നോക്കുകയാണെങ്കിൽ ഹൈ ബീം, ലോ ബീം സ്വിച്ച്, ഹോൺ, ടേൺ ഇൻഡിക്കേറ്റർ സ്വിച്ച്, ഇത്രയാണ് റൈറ്റ് സൈഡിൽ വരുന്നത്. ഇനി ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ എമർജൻസി സ്വിച്ച് നൽകിയിട്ടുണ്ട്. എമർജൻസി സ്വിച്ച്, അതേപോലെ മോഡുകൾ മാറ്റാനുള്ള റിവേഴ്സ്, ന്യൂട്രൽ, ഫോർവേഡ്, ബൂസ്റ്റ്, അങ്ങനെ 4 മോഡുകളാണ്. ഇത്രയാണ്. ഇവിടെ ഒരു പാജിയോ എന്നുള്ളൊരു ബാഡ്ജിങ് കാണാം. ഇനി നമുക്ക് ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ നോക്കാം. ഓൺ ചെയ്യുമ്പോൾ ഒരു ബീപ്പ് സൗണ്ടോട് കൂടി റൗണ്ടിന് ഇൻഡിക്കേഷൻസ് എല്ലാം കാണിക്കും. ഇപ്പോൾ ഏത് മോഡിലാണ് കിടക്കുന്നതെന്ന് ഇവിടെ കാണിക്കും. ന്യൂട്രൽ, റിവേഴ്സ്, ഫോർവേഡ്, ബൂസ്റ്റ്, അങ്ങനെയുള്ളതാണ്. ഇവിടെ സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ റീഡിങ് ഇവിടെ കാണിക്കുന്നു. അതിന് തൊട്ട് താഴെയായി ഓഡോമീറ്റർ റീഡിങ്. ഇവിടെ ബാറ്ററി ചാർജ് കാണിക്കുന്നു, ലെവൽ. അതുപോലെ ഇവിടെ സെറ്റ് ബട്ടൺ ഉണ്ട്. A, ട്രിപ്പ് B, ഓഡോമീറ്റർ, ഇത്രയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വ്യൂ ഇങ്ങനെയാണ്. അതേപോലെ ഡ്രൈവർ സീറ്റിന് റൈറ്റ് സൈഡിലായിട്ട് ഒരു ബോട്ടിൽ ഹോൾഡർ നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് സ്പെയർ വീലിൻ്റെ ഒരു ലോക്കിൻ നട്ട് വരുന്നത്. ഇത് അഴിച്ചാൽ മാത്രമേ നമുക്ക് സ്പെയർ വീല് അഴിച്ച് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്രയാണ്. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. 225 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ്, നല്ല മികച്ച ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഇലക്ട്രിക് 3 വീലർ പാസഞ്ചർ മോഡൽ അല്ലെങ്കിൽ ഈ ഓട്ടോ റിക്ഷ മോഡൽ നോക്കുമ്പോൾ നിരവധി മോഡലുകളുണ്ടെങ്കിലും എന്നാൽ പിക്കപ്പ് സെക്ഷനിലേക്ക് 3 വീലർ ഇലക്ട്രിക് നോക്കുമ്പോൾ വളരെ ചുരുങ്ങിയ വണ്ടി ഇല്ലെന്ന് തന്നെ പറയാം. ആകെ ഉണ്ടായിരുന്ന മഹീന്ദ്ര ട്രിയോ സോറാണ്. അത് അത്രയും വിജയകരമായിട്ട് വന്നിട്ടില്ല. പിന്നെ ഉള്ളത് ആൾട്ടി ഗ്രീൻ, അങ്ങനെ ചെറിയ ചെറിയ മോഡലുകൾ, അതൊന്നും ഇതുവരെ നില ഉറപ്പിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ നിരവധി നമുക്ക് റോഡുകളിൽ കാണാൻ കഴിയുന്നതാണ് APE Xtra FX Max. വരും ദിവസങ്ങളിൽ ഒരുപാട് റോഡുകളിൽ കാണാൻ അല്ലെങ്കിൽ നിരത്തുകളിൽ കാണാൻ കഴിയുന്ന വാഹനമായിരിക്കും ഇത്. ഇനി ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഇതിൻ്റെ റേഞ്ച് അത് വിട്ടുപോയതല്ല, പറയാം. റേഞ്ച് നമുക്ക് ഏറെ സർട്ടിഫൈ ചെയ്യുന്നത് 142 മുകളിലാണ്. എന്നാൽ നമുക്ക് നമ്മളെ നോർമൽ റോഡ് കണ്ടീഷനിൽ 115 കിലോമീറ്ററാണ് ലഭ്യമാകുക. നല്ലൊരു റേഞ്ചാണ്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന മോഡലിൽ 90 കിലോമീറ്റർ ആയിരുന്നു ഒറ്റ ചാർജിൽ റേഞ്ച് പറഞ്ഞിരുന്നത്. കാർഗോ ഡയമെൻഷൻ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. 6 അടി നീളവും 5 അടി വീതിയും 1 അടി ഉയരവുമാണ്. ഇതിൻ്റെ കെർബ് വെയിറ്റ് വരുന്നത് 469 കിലോയാണ്. ഇതിൻ്റെ പേലോഡ് കപ്പാസിറ്റി വരുന്നത് 506 കിലോയുമാണ്. ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഉപകാരപ്പെടും എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ദൈനംദിന കച്ചവടമാണ്, പാൽ, പഴം, പച്ചക്കറി, മത്സ്യ കച്ചവടം, അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, അതേപോലെ ഡെലിവറി കൊറിയർ, പോസ്റ്റൽ കൊറിയർ സർവീസ്, അങ്ങനെയുള്ളതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ്. കാരണം മികച്ച ഒരു റേഞ്ച് നൽകുന്നുണ്ട്. ഒറ്റ ചാർജിൽ 115 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. ആ ഒരു റേഞ്ചിൽ നല്ലൊരു കച്ചവടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതിൽ നിന്നും നല്ലൊരു വരുമാനമാണ്. നിങ്ങൾക്ക് ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഈ ഡീസൽ, പെട്രോൾ വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിൻ്റെ ഒരു 3-4 ഇരട്ടി നമുക്ക് ഇതിൽ നിന്നും ഓരോ മാസം ലഭിക്കും. പിയാജിയോ APE E-City FX Max ആയാലും, അതേപോലെ പിയാജിയോ APE E Xtra FX Max ആയാലും അതിൻ്റെ സർവീസ് പീരീഡും കൂടി പറയാം. 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ 3 മാസം ആണ് ആദ്യത്തെ ഫസ്റ്റ് ഫ്രീ സർവീസ്.
3 ഫ്രീ സർവീസാണ് ഉള്ളത്. 1 വർഷം അല്ലെങ്കിൽ 30,000 കിലോമീറ്റർ ഫ്രീ സർവീസാണ്, ഒരു പൈസയും ഈടാക്കുന്നതല്ല. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ് വരുന്ന 20,000 കിലോമീറ്റർ ഇൻ്റർവെല്ലിലാണ് ട്രാൻസ്മിഷൻ ഓയിൽ മാറുന്നത്. അതിന് ഏകദേശം 400 രൂപയ്ക്ക് അകത്ത് മാത്രമേ ചിലവ് വരുന്നുള്ളൂ. വളരെ ചിലവ് കുറഞ്ഞ മോഡലുകളാണ് ഇത് രണ്ടും. അതിനർത്ഥം ലോ മെയിൻ്റനൻസ് വെഹിക്കിൾ എന്നാണ്. അപ്പോൾ 1 വർഷം വരെ ഫ്രീ സർവീസാണ്, നിങ്ങളുടെ കയ്യിൽ നിന്നും ഒരു പൈസയും ഈടാക്കുകയില്ല. അതിനുശേഷം ഓരോ 20,000 കിലോമീറ്ററിലുമാണ് ട്രാൻസ്മിഷൻ ഓയിൽ മാറുന്നത്. അതുപോലെ തന്നെ 9.55 കിലോ വാട്ടിൻ്റെ പവർഫുൾ മോട്ടറാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കയറ്റങ്ങൾ കയറുകയും അതുപോലെ തന്നെ നല്ല ലോഡ് ക്യാരി ചെയ്യാനും കഴിയും. ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ നോക്കേണ്ട ആവശ്യമല്ല. നിങ്ങൾക്ക് വന്ന് ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം, നിങ്ങൾക്ക് റേഞ്ച് നോക്കാം, അതേപോലെ ഇതിൻ്റെ വെയിറ്റിംഗ് ലോഡിംഗ് കപ്പാസിറ്റി നോക്കാം. നിങ്ങൾക്ക് വന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം എടുത്താൽ മതിയെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ ഇവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും നൽകിയേക്കാം. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് എന്തായാലും അവരെ വിളിച്ച് തിരക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.